ഡൽഹി സ്ഫോടന കേസിൽ ഉമറിന്റെ സഹായി അമീറിനെ കോടതിയിൽ ഹാജരാക്കി. ഡൽഹി പട്യാല ഹൌസ് കോടതിയിലാണ് ഹാജരാക്കിയത്. കോടതിക്ക് മുന്നിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് അമീറിനെ അറസ്റ്റ് ചെയ്തത്. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, സ്ഫോടന കേസിൽ കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ എത്രത്തോളം സുരക്ഷയിലാണ് എത്തിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് കോടതി നടപടികൾ? എപ്പോൾ ആരംഭിക്കും? തന്നെ ഇന്നലെയാണ് ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട നിർണായക അറസ്റ്റ് NIA നടത്തുന്നത്. ഉമറിന്റെ സഹായിയായ അമീർ റാഷിദ് അലിയാണ് ഇന്നലെ ഡൽഹിയിൽ നിന്ന് NIA കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അമീറിനെ ഡൽഹിയിലെ പട്യാല ഹൌസ് കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷയിലാണ് പട്യാല ഹൌസ് കോടതിയിലേക്ക് അമീറിനെ എത്തിച്ചിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ പ്രത്യേക വാഹനത്തിലാണ് അമീറിനെ എത്തിച്ചിരിക്കുന്നത്. മുഖം കറുത്ത തുണി കൊണ്ട് മൂടിയിട്ടുണ്ട്. എന്തായാലും അതീവ സുരക്ഷയിൽ തന്നെയാണ് ഡൽഹി പട്യാല ഹൌസ് കോടതി പരിസരമുള്ളത്. എന്തായാലും ഇന്നലെ NIA നിർണായകമായ ചില വിവരങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. കാരണം ഉമറിന്റെ സഹായിയാണ് ഈ അറസ്റ്റിലായ അമീർ റാഷിദ് അലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച I-20 വാഹനം അത് അമീർ റാഷിദ് അലിയുടെ പേരിലാണെന്ന് കൂടി ഇപ്പോൾ NIA വ്യക്തമാക്കുന്നു. ഇതിന് പുറമെ ഉമറുമായി ഡൽഹിയിലെത്തി ഒരു ഭീകരാക്രമണം നടത്താൻ അമീർ റാഷിദ് അലി ഗൂഢാലോചന നടത്തിയതായും NIA ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റഡി ആവശ്യം NIA ഇന്ന് കോടതിയിൽ ഉന്നയിക്കും. എന്തായാലും കസ്റ്റഡി അനുവദിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ NIAയുടെ പക്കലുള്ള ഏറ്റവും നിർണായകമായ ഉമറിന്റെ സഹായിയായ അമീറിനെയാണ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. പട്യാല ഹൌസ് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കിയിരിക്കുന്നത്. PR അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.